Virgin haben Virgin haben Virgin haben രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം നാസിപ്പടയ്ക്ക് സംഭവിച്ചത് എന്താണ്? അവരെങ്ങോട്ടേക്കാണ് പോയത്? ഡിമെൻഷനുകൾക്കപ്പുറത്തേക്ക് അവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചോ? ഹിറ്റ്ലറിന് മരണം സംഭവിച്ചോ അതോ എങ്ങോട്ടെങ്കിലും മാഞ്ഞു പോയതാണോ? ഹിറ്റ്ലർ സ്വയം ടെലിപോർട്ട് ചെയ്തതോ അതും ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്തേക്ക്? ഈ പറഞ്ഞതെല്ലാം ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. എന്നാൽ ചിലർ പറയുന്നു അതിനുത്തരം ലഭിച്ചിരിക്കുന്നു എന്ന്. ഈ പറഞ്ഞതെല്ലാം സാധിക്കുന്ന ഒന്ന് നാസികൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലോ? മനുഷ്യ ശരീരത്തെ ടെലിപോർട്ട് ചെയ്യുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ ഒരു വസ്തു, അതുമല്ലെങ്കിൽ ഒരു ടൈം മെഷീൻ. കണ്ടാലൊരു മണി പോലിരിക്കുന്ന ഈ വസ്തു മുഴങ്ങുന്നത് സമയങ്ങൾക്കപ്പുറത്തു നിന്നുമാണ്. ഇന്നും അമേരിക്ക രഹസ്യമായി സൂക്ഷിക്കുന്ന ഈ വസ്തുവിനെ പോലെ 4 കൂടിയുണ്ട്. അതിലൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഡിസംബർ 9 അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ കേക്സ്ബർഗിൽ റഡാർ ഓപ്പറേറ്റേഴ്സ് ഒരു കാഴ്ച കണ്ടു. കത്തി ജ്വലിക്കുന്നൊരു വസ്തു അതിവേഗത്തിൽ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് അത് താഴെ എത്തുകയും ചെയ്തു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ വസ്തു എന്താണ് എന്നറിയാൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വളരെ ചുരുക്കം പേര് മാത്രമേ ആ വസ്തു കണ്ടിരുന്നുള്ളൂ. മാധ്യമങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. സാക്ഷികൾ പറയുന്നു ഏതാണ്ട് 14 അടിയോളം വലുപ്പമുള്ള ഒരു വസ്തുവായിരുന്നു അത്. അതിൻ്റെ ആകൃതി ഒരു മണിയോട് സാമ്യമുള്ളതും. അതിൻ്റെ ഒരു ഭാഗത്ത് ഏതാണ്ട് 3 അടിയോളം വലുപ്പത്തിൽ സ്വസ്തിക് ചിഹ്നത്തോട് സാമ്യമുള്ള എന്തോ ഒന്ന് കൊത്തിവെച്ചിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തെ കേക്സ്ബർഗ് UFO ഇൻസിഡൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംഭവം നടന്ന് 40 വർഷങ്ങൾക്കിപ്പുറം 2005 നാസ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. നാസയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു വസ്തു എന്നത് ഒരു സോവിയറ്റ് സാറ്റലൈറ്റിൻ്റെ അവശിഷ്ടമാണ്. എന്നാൽ 1980കളിൽ തന്നെ ഈ വസ്തു കാണാതാവുകയായിരുന്നു. അതിപ്പോൾ എവിടെയാണ് എന്ന് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ ലെസ്ലി കീൻ എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ ആ റിപ്പോർട്ട് വെറുതെ വിടാൻ തയ്യാറായില്ല. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ച് അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ അയാൾ ശ്രമിച്ചു. 2007 കോടതി വിധി വന്നു നാസയ്ക്ക് എത്രയും പെട്ടെന്ന് ഇതേക്കുറിച്ച് മനസ്സിലാക്കുവാനും കൃത്യമായൊരു റിപ്പോർട്ട് തയ്യാറാക്കുവാനും. എന്നിട്ടെന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് നാസയ്ക്ക് അങ്ങനെ ചില നിഗൂഢതകളുണ്ട്. ചില വസ്തുക്കൾ പെട്ടെന്നങ്ങ് കാണാതാവും. ഉദാഹരണത്തിന് അപ്പോളോ 11 മൂൺ ലാൻഡിംഗ് വീഡിയോ പോലെ. ഈ ബെല്ലും അതുപോലെ ഇരുട്ടിലാണ്. അതേക്കുറിച്ച് ആർക്കും ഒന്നും തന്നെ അറിയില്ല. പക്ഷെ ചരിത്രത്തിന് ചിലത് പറയാനുണ്ട്. ചരിത്രത്തിന് മാത്രമല്ല, മറ്റു ചിലർക്കും. മീറ്റ് മിസ്റ്റർ ജേക്കബ് സ്പോറൻബർഗ്. ജീവിച്ചിരുന്നുവെങ്കിൽ 123 വയസ്സ്. 1902 ജനനം, 1952 മരണം. ഒരു നാസി ജർമ്മൻ പാർട്ടി പൊളിറ്റീഷ്യനായിരുന്നു, SS മെമ്പറുമായിരുന്നു. 43,000-ൽ കൂടുതൽ ജൂതന്മാരുടെ മരണത്തിന് കാരണമായ ഓപ്പറേഷൻ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ചരട് വലിച്ച പ്രമുഖരിൽ ഒരാൾ. ഒരുപാട് ക്രൂരതകൾ ചെയ്തുവെങ്കിലും 1952 പോളണ്ടിലെ ഒരു ഇരുണ്ട മുറിയിൽ മരണശിക്ഷ അനുഭവിച്ചു. ഒരുപക്ഷെ ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനോട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാവും ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ ജേക്കബ്, നിങ്ങളുടെ ക്രൂരതകളെ എണ്ണിപ്പറയുക എന്നതല്ല എൻ്റെ ഉദ്ദേശം. പോളണ്ടിലെ ആ ഇരുണ്ട മുറിയിൽ ചോദ്യം ചെയ്യലിൽ വെച്ച് നിങ്ങൾ പറയാതെ പറഞ്ഞ ഒരു വസ്തുവിനെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. എന്താണ് ഡി ഗ്ലോക്ക്? ആ മണിയുടെ ആകൃതിയിലുള്ള വസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്? ഡെറീസ്
അങ്ങനെയായിരുന്നു ആ പരീക്ഷണശാല അറിയപ്പെട്ടിരുന്നത്. ചെക്കോസ്ലോവാക്യൻ ബോർഡറിൽ നിന്നും അല്പദൂരം വിട്ടുമാറിയാണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. ഡെറീസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭീമമായത് എന്നാണ്. അതിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന വലിയ ധാരണയൊന്നും കാവൽക്കാർക്കുണ്ടായിരുന്നില്ല. ചില ഊഹാപോഹങ്ങൾ മാത്രം. കാവൽക്കാരിൽ ഒരു വലിയ ശതമാനവും രഹസ്യ പ്രൊജക്റ്റുകളുടെ ഭാഗമായി വർഷങ്ങളായി ജോലി ചെയ്യുന്നവർ മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു കൂറ്റൻ വസ്തു അവിടേക്ക് കൊണ്ടുവരുന്നത്. അതെന്താണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആ വസ്തു അകത്ത് കടത്തിയ പാട് പ്രമുഖരായ ചിലരൊഴികെ ബാക്കിയുള്ളവരെല്ലാം പുറത്താക്കി വാതിലടച്ചു. അതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചർച്ചയായിരുന്നു പലരുടെയും ഉള്ളിൽ. പരീക്ഷണശാലയ്ക്കുള്ളിൽ വിശ്വസ്തരായ ചില കാവൽക്കാരും ശാസ്ത്രജ്ഞന്മാരും ചില ഉദ്യോഗസ്ഥരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വസ്തുവിനോടൊപ്പം വന്ന ടെക്നീഷ്യന്മാരിൽ ഒരാൾ ആ വസ്തുവിന് മേലുള്ള ഒരു സ്വിച്ച് അമർത്തി. അതിനുശേഷം ചില കാവൽക്കാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം പുറത്തിറങ്ങി വാതിലടച്ചു. പെട്ടെന്ന് ആ സ്ഥലം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. മണിയുടെ ആകൃതിയിലുള്ള ആ വസ്തുവിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മുഴക്കവും ഒരു പ്രകമ്പനവും അനുഭവപ്പെട്ടു. പൊടുന്നനെ അതിൻ്റെ ശബ്ദവും ശക്തിയും കൂടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാവൽക്കാരിൽ ഒരാൾ നിലത്തു വീണു. എഴുന്നേൽക്കാൻ ശ്രമിക്കവേ അയാൾക്ക് അതിന് സാധിച്ചില്ല. അയാളുടെ കാലുകൾ കുഴമ്പുപോലെ കുഴഞ്ഞ് ഭൂമിയോട് പറ്റിയിരുന്നു. അത് കണ്ട് ഭയന്ന് നിലവിളിക്കെ കാവൽക്കാരിൽ പലരും ചെരിഞ്ഞു വീഴാനും പതിയെ അലിഞ്ഞു പോവാനും തുടങ്ങി. പ്രകമ്പനം കൂടുന്തോറും ആ പരീക്ഷണശാലയിലെ പല വസ്തുക്കളും അലിഞ്ഞ് ഭൂമിയോട് ചേർന്നു. അല്പനേരത്തിനു ശേഷം ആ പ്രകമ്പനം അവസാനിച്ചു. ശാസ്ത്രജ്ഞന്മാർ തിരികെ പരീക്ഷണശാലയിലേക്ക് കയറി. അവിടെ അവർ കണ്ടത് ജെല്ലി പരുവത്തിൽ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന കാവൽക്കാരുടെ മൃതശരീരങ്ങളായിരുന്നു. ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ ആ ഉപകരണത്തിനടുത്തേക്ക് ചെന്ന് അതിനുള്ളിൽ നിന്നും ചുവന്ന ദ്രാവകം നിറച്ച ഒരു സിലിണ്ടർ പുറത്തേക്കെടുത്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീടും പല പരീക്ഷണങ്ങളും അവിടെ നടന്നു. പല കാവൽക്കാരും ബലിയാടുകളായി. ആ വസ്തുവാണ് ഡി ഗ്ലോക്കെ എന്നറിയപ്പെട്ട നാസി ബെൽ. 2000 പുറത്തിറങ്ങിയ ദ ട്രൂത്ത് അബൌട്ട് ദ വണ്ടർ വെപ്പൺ എന്ന പുസ്തകത്തിലാണ് ഇങ്ങനൊരു വസ്തുവിനെ കുറിച്ച് ആദ്യമായി വിശദീകരിക്കുന്നത്. പോളിഷ് എഴുത്തുകാരനായ ഇഗോർ വിറ്റ്കോവ്സ്കിയാണ് അങ്ങനെ ഒരു പുസ്തകത്തിന് പിന്നിലും. 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി ഉപയോഗിച്ച രഹസ്യായുധങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. പുസ്തകം ഒരു വിജയമായിരുന്നുവെങ്കിലും അതിനുള്ളിലുള്ള വിഷയങ്ങൾ അങ്ങനെ ലോകശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നില്ല. ജേക്കബ് സ്പോറൻബർഗ് എന്ന SS നാസി ജനറലിനുമേൽ നടത്തിയ ഇൻ്ററോഗേഷനിലൂടെയാണ് ഇങ്ങനൊരു വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകം അറിയുന്നത് എന്ന് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 4 മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്ന 2.5 മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ടായിരുന്ന ഒരു വസ്തുവായിരുന്നു ഡി ഗ്ലോക്കെ. സെറാമിക്കും മെറ്റലും ചേർന്നുണ്ടാക്കിയ ആ വസ്തുവിൻ്റെ കട്ടി 3 ഇഞ്ചിൽ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ 2 ലെയറുകളായാണ് ആ വസ്തു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രവർത്തിക്കുന്നതിനായി വലിയ അളവിൽ വൈദ്യുതിയും ഇന്ധനവും ആവശ്യമായിരുന്നു. അത് പ്രവർത്തിക്കുമ്പോൾ നീലയും വയലറ്റും നിറത്തിലുള്ള ജ്വാലകൾ ആ വസ്തുവിന് ചുറ്റും പരന്നിരുന്നതായും അതിൽ വിശദീകരിക്കുന്നു. ആ വസ്തു പ്രവർത്തിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള 200 മീറ്ററിൽ കൂടുതൽ ചെടികൾ പോലും നശിച്ചു പോകുന്നതായി പറയുന്നു. ചെടികൾ നിന്നിരുന്ന സ്ഥലത്ത് പിന്നീട് കാണാൻ സാധിക്കുന്നത് കടും പച്ച നിറത്തിലുള്ള ജെല്ല് മാത്രമാണ്. ഏതാണ്ട് 7ഓളം ശാസ്ത്രജ്ഞന്മാരും ഈ ഒരു പരീക്ഷണത്തിനിടയിൽ മരണപ്പെട്ടതായും പറയുന്നു. അവർ മരണപ്പെട്ടതല്ല എന്നും മറ്റൊരു ഡയമെൻഷനിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നും വിശ്വസിക്കുന്നവരുണ്ട്. മിസ്റ്റർ ജേക്കബ്, ഡി ഗ്ലോക്കെ എന്ന വസ്തു നേരിട്ട് കണ്ട ചിലരിൽ ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് 14 അടിയിൽ കൂടുതൽ ഉയരവും 9 അടിയിൽ കൂടുതൽ വീതിയുമുള്ള ഒരു വസ്തുവായിരുന്നു അത്. അതിൻ്റെ ഒരു ഭാഗത്ത് 3 അടിയിൽ കൂടുതൽ വലുപ്പത്തിൽ സ്വസ്തിക്കടയാളം കൊത്തിവെച്ചിട്ടുമുണ്ടായിരുന്നു. അതിലുപയോഗിച്ചിരുന്നത് ഒരു പ്രത്യേകതരം ഇന്ധനമാണ് എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. റെഡ് മെർക്കുറി എന്നറിയപ്പെട്ട സെറം 525 എന്നറിയപ്പെട്ട ഒരു പ്രത്യേകതരം ഇന്ധനം. ഇങ്ങനൊരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ട് എന്നതിന് കൃത്യമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. ഭൗതികമായ തെളിവുകളില്ല, ഫോട്ടോഗ്രാഫുകളില്ല, ഒന്നുമില്ല. എന്നാൽ നിങ്ങളുടെ ഇൻട്രോഗേഷനിലൂടെ നിങ്ങൾ പറഞ്ഞ ചില വിഷയങ്ങൾ, ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ആ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡി ഗ്ലോക്കെ എന്നത് ഒരു കെട്ടുകഥയല്ല എന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് ജേക്കബ് സ്പോറൻബർഗിന്റെ വിശദീകരണത്തിൽ പറയുന്ന ആ പരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് പോളണ്ടിലെ ലഡ്വിക്കോവിൻസ് പട്ടണത്തിനോട് ചേർന്നാണ്. ഇന്നും അത് ആർക്കും സന്ദർശിക്കാവുന്ന ഒരിടമാണ്. അവിടെയുള്ള തുരങ്കങ്ങളും മറ്റും ഡൈനാമിറ്റ് ഉപയോഗിച്ച് തകർത്തതായും നമുക്ക് കാണാം.
പക്ഷേ പാതി തകർന്ന 2 കോൺക്രീറ്റ് നിർമ്മിതികൾ മാത്രം അവിടെ അങ്ങനെ നിൽക്കുന്നതും കാണാൻ സാധിക്കും. സ്റ്റോൺ ഹിഞ്ചിനോട് സാമ്യമുള്ള നിർമ്മിതികൾ. അതുകൊണ്ട് തന്നെയാണ് ഹിഞ്ചസ് എന്ന ഓമന പേരിൽ അതിനെ വിളിക്കുന്നത്. അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് കൃത്യമായൊരു ധാരണ ആർക്കും തന്നെയില്ല. പക്ഷേ ഡിഗ്ലോക്കിയുമായി അതിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. അതേ പുസ്തകത്തിൽ വിശദീകരിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഓബർഗ്രാപ്പൻഫ്യൂറർ ഡോക്ടർ ഹാൻസ് കാംബ്ലർ. 1945 മെയ് മാസം അപ്രത്യക്ഷരായ നാസി വില്ലന്മാരിൽ ഒരാളായിരുന്നു ഹാൻസ് കാംബ്ലർ. ഹിറ്റ്ലറുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. 2ാം ലോക മഹായുദ്ധത്തിൽ 3 വർഷത്തിന് ശേഷം കാംബ്ലർ മരണപ്പെട്ടു എന്ന് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. അപ്പോഴും അയാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ജർമ്മനിയിലെ അണ്ടേഴ്സ്ബർഗ് മൗണ്ടൻസിനോട് ചേർന്ന് അങ്ങനെ ചില കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി അങ്ങോട്ടേക്ക് സഞ്ചരിച്ച പലരും കൂട്ടത്തോടുകൂടി കാണാതാവുന്നു. പലരും മറ്റ് സമയങ്ങളിലേക്ക് സ്ലിപ്പ് ചെയ്തു പോയതായും പരാതിപ്പെടുന്നുണ്ട്. 2011 സ്റ്റാൻ വോൾഫ് എന്നൊരു വ്യക്തി തൻ്റെ പുസ്തകത്തിലൂടെയാണ് അത്തരത്തിലൊരു അനുഭവം വിശദീകരിക്കുന്നത്. ആ മലനിരകളിൽ താമസിക്കുന്ന ആട്ടിടയന്മാർ കണ്ട കാഴ്ചയാണ് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. അവർ പറയുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം നാസി പട്ടാളക്കാർ അങ്ങോട്ടേക്ക് സഞ്ചരിച്ചെത്തിയതായും അവർ പെട്ടെന്ന് അപ്രത്യക്ഷരായതായും. ഇന്നും അതേ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു കൂട്ടത്തെ അവരിൽ പലരും കാണാറുണ്ടത്രേ. 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി സകല കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചതായി നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനൊരു വസ്തുവിനെ കുറിച്ചുള്ള രേഖകൾ മാത്രം ലഭ്യമാവുന്നില്ല? ഒന്നുകിൽ അതീവ രഹസ്യമായ ഒന്നായതുകൊണ്ട്, അതല്ല എങ്കിൽ ആ രഹസ്യം മറ്റാരോ കണ്ടെത്തിയിട്ടുണ്ട്, അവരത് നശിപ്പിച്ചിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിനുള്ളിൽ ജർമ്മനിയുടെ ശാസ്ത്രജ്ഞന്മാരെയും അവരുടെ കണ്ടെത്തലുകളെയും അമേരിക്ക കൊണ്ടുപോയതിൻ്റെ കഥകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 1600-ൽ കൂടുതൽ ഗവേഷകരെയും ശാസ്ത്രജ്ഞന്മാരെയും എഞ്ചിനീയർമാരെയും അമേരിക്ക കൊണ്ടുപോയിരുന്നു. ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് എന്നാണ് അത് രേഖപ്പെടുത്തിയിരുന്നത്. മെസർഷ്മിറ്റ് ME-262 പോലുള്ള യുദ്ധവിമാനങ്ങൾ, ബക്കെയിൻ 349 പോലുള്ള റോക്കറ്റ് ഇന്റർസെപ്റ്റേഴ്സ്, V1 റോബോട്ട് ബോംബ്, ലോകത്തിലെ ആദ്യത്തെ പ്രാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ V2 എന്നിവ അവരുടെ കണ്ടെത്തലിൽ ചിലതാണ്. അതെല്ലാം അമേരിക്ക കൈക്കലാക്കിയിട്ടുമുണ്ട്. 2000-ൽ പുറത്തിറങ്ങിയ ദ ട്രൂത്ത് അബൌട്ട് ദ വണ്ടർ വെപ്പൺ എന്ന പുസ്തകത്തിലായിരുന്നില്ല ആദ്യമായി ഡിഗ്ലോക്കയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അത് 1960-ൽ പുറത്തിറങ്ങിയ മോർണിംഗ് ഓഫ് ദ മജീഷ്യൻസ് എന്ന പുസ്തകത്തിലായിരുന്നു. 1963-ലാണ് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. പ്രധാനമായും 3 വിഷയങ്ങളാണ് ആ പുസ്തകത്തിൽ വിശദീകരിച്ചിരുന്നത്. 1, ജർമ്മൻ ഒക്കൾട്ടിസത്തെക്കുറിച്ച്. 2, ജർമ്മൻ UFOകളെക്കുറിച്ച്. 3, ഡിഗ്ലോക്കയെക്കുറിച്ച്. സമയങ്ങൾക്കും മാനങ്ങൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു രഹസ്യ ഉപകരണമാണ് ഡിഗ്ലോക്ക എന്നാണ് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. 1945 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നാസി പടയുടെ കയ്യിൽ നിന്നും അമേരിക്ക കൈക്കലാക്കിയ ഡിഗ്ലോക്കയും 1965-ൽ കെക്സ്ബർഗിൽ പതിച്ച മണിയുടെ ആകൃതിയിലുള്ള ആ വസ്തുവും ഒന്നായിരിക്കുമോ? അത് രണ്ടും ഇന്ന് അപ്രത്യക്ഷമാണ്. ഏതാണ്ട് ഇതേ ആകൃതിയിലുള്ള 4ഓളം വസ്തുക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായിരിക്കും ഇതിനു പിന്നിലുള്ള രഹസ്യം? മിസ്റ്റർ ജേക്കബ്, ഡിഗ്ലോക്ക ഒന്നുകിൽ നിങ്ങൾ അതീവ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച ഒരു വിഷയം, അതല്ല എങ്കിൽ ഊഹാപോഹങ്ങളായി മാത്രം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു വിഷയം. എന്നിരുന്നാലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഈ ഒരു വസ്തു ഉപയോഗിച്ചത് വളരെ നല്ല കാര്യം. ക്രൂരന്മാർ സമൂഹത്തിൽ നിന്നും പുറത്തിരിക്കട്ടെ. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ